ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന KSRTC ജീവനക്കാർക്ക് ഇനി AC മുറിയിൽ വിശ്രമിക്കാം. ജീവനക്കാർക്കുള്ള AC വിശ്രമമുറി തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം പ്രധാന ഡിപ്പോകളിൽ ഡിജിറ്റൽ ക്ലോക്ക് റൂമിനും തുടക്കമായി. ദീർഘദൂരം യാത്ര ചെയ്ത ശേഷം പൊട്ടിപ്പൊളിഞ്ഞ തകർന്നു വീഴാറായ ഇരുട്ടുമുറികളിൽ KSRTC ജീവനക്കാർ ഇനി വിശ്രമിക്കേണ്ടതില്ല. ജീവനക്കാർക്കായി AC ഉൾപ്പെടെയുള്ള മികച്ച സൗകര്യങ്ങളുമായി വിശ്രമമുറി ഒരുങ്ങി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ തുടങ്ങിയ വിശ്രമമുറി ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ക്രൂവിനെ സംബന്ധിച്ച് നല്ല വിശ്രമം, നല്ല ഉറക്കമാണ്. നന്നായി വിശ്രമിച്ച് ഉറങ്ങി സമാധാനമായിട്ട് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഉണർവുണ്ട്, അപകടങ്ങൾ കുറയും. അപ്പം രണ്ട് കാര്യങ്ങൾ: വിശ്രമിക്കാൻ നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയും മദ്യപാനം തടയുകയും ചെയ്തതിന് ശേഷം KSRTCയുടെ മേജർ ആക്സിഡൻറ്റിൽ 1/3 താഴെയായി, നേരത്തെ ഉണ്ടായതിനേക്കാൾ 1/3 താഴെയായി കുറഞ്ഞു. 16 AC-കളുമായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കിയാണ് വിശ്രമമുറി. 9 ഡിപ്പോകളിൽ ഡിജിറ്റൽ ക്ലോക്ക് റൂമും ആരംഭിച്ചു. 9 ബസ് സ്റ്റേഷനുകളിൽ, മേജർ ബസ് സ്റ്റേഷനുകളിൽ ഇന്നത്തെ ദിവസം ഡിജിറ്റൽ ക്ലോക്ക് റൂം പ്രാവർത്തികമാവുകയാണ്. ബാക്കി 6 സ്ഥലങ്ങളിൽ കൂടി ഉടനെ അടുത്ത 1-2 ആഴ്ച കൊണ്ട് തീർച്ചയായും ഇത് കംപ്ലീറ്റ് ചെയ്ത് അവിടെയും കൂടി ചെയ്ത് വരികയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് വിശ്രമമുറി ആരംഭിച്ചത്. തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.